In the name of God, the compassionate, the merciful, do not suppose those who were slain in the way of Allah to be dead. No. ഓരോ തുള്ളി രക്തത്തിനും വലിയ വില നൽകേണ്ടി വരും എന്നാണ് സയ്യിദ് മുസ്തഫ ഖാംനി ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാന്റെ ഒരുപാട് നേതാക്കളെ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പരമോന്നത രാജ്യത്തിന്റെ നേതാക്കളെ തങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള ഒരു വ്യാജേന അങ്ങോട്ട് കയറി ആക്രമിച്ച് കൊല്ലുന്ന രീതി. അപ്പൊ ഇതിന് നിങ്ങൾ ഒരുപാട് വില നൽകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിന്തിക്കൊണ്ടിരിക്കുന്ന ചോര ഞങ്ങളുടെ നേതാക്കളെ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ ആളുകളെയും കൂടെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ ഒരുപാട് വില നൽകേണ്ടി വരും എന്നുള്ള ഒരു സന്ദേശമാണ് സയ്യിദ് മുസ്തഫ ഖാംനിയുടെ സൈഡിൽ നിന്ന് ഇന്നലെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അലി ലാരിജാനി പോലത്തെ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാക്കൾ പലരെയും കൊല്ലപ്പെടുത്തി. അതുപോലെ തന്നെ പല മന്ത്രിമാരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാരും ബങ്കറിൽ ഒളിച്ചിരുന്നിടത്തല്ല കൊല്ലപ്പെടുന്ന, സ്വന്തം വീടുകളിൽ നിന്നും സ്വന്തം ഓഫീസുകളിൽ നിന്നുമാണ് കൊല്ലപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ഭാഗമായിട്ട് ഇന്നലെ ഇറാന്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയായിരുന്നു അറബ് യൂണിയൻ അല്ലെങ്കിൽ അറബ് നേതാക്കളെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി. നമ്മൾ വിചാരിച്ചു വലിയ എന്തോ ഒരു പ്രസ്താവന ഒക്കെ വരുമെന്ന്. പക്ഷെ ഇല്ല, എന്നത്തെയും പോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആസനം നക്കിയിട്ടുള്ള ഒരു പ്രസ്താവന അവർ പുറത്തോട്ട് വിട്ടു. ഇനി ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതാ നിങ്ങളെ തിരിച്ചാക്രമിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബേസുകളൊക്കെ അമേരിക്കക്ക് വിട്ടുകൊടുക്കും എന്നുള്ളൊരു പ്രസ്താവന ഇന്നലെ കൊണ്ടുവന്നു. പക്ഷെ കഴിഞ്ഞ 19 ദിവസമായിട്ട് ഇത് തന്നെ നടന്നുകൊണ്ടുള്ളത്. അവരുടെ ബേസുകളിൽ നിന്നൊക്കെ തന്നെയാണ് അമേരിക്കൻ പട്ടാളക്കാർ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുള്ളതും. അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ പറഞ്ഞ ബേസുകളിൽ തന്നെയാണ് ഇവരുടെ പട്ടാളക്കാരും അതുപോലെ തന്നെ ഇവരുടെ യുദ്ധവിമാനങ്ങളും ഒക്കെ നിർത്തിയിട്ടത്. കഴിഞ്ഞ യുദ്ധം തുടങ്ങി 4ാമത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടു കുവൈറ്റിലെ 3 വിമാനങ്ങളാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വീണിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പട്ടാളക്കാരും ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് പറന്ന് പൊന്തിയതും താന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഇനി നിങ്ങളിത് എടുത്തു പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അറബ് നേഷൻസിനോട് നിങ്ങൾ ഇറാൻ എന്തെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവർക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞു. ഇനി അവരില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നല്ലപോലെ ഉണ്ട്. കാരണം കാട്ടറബികൾക്ക് ചിന്തിക്കാൻ ഇത്രയൊക്കെ കഴിവുള്ളൂ. അപ്പം അവർക്ക് പൈസ മാത്രമേ പടച്ചോൻ കൊടുത്തിട്ടുള്ളൂ. ബുദ്ധി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ നെക്കി പിഴിഞ്ഞുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ഇത് കണ്ടത്. കാരണം ഇറാനിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇറാനിലെ ഏറ്റവും വലിയ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റിലോട്ടാണ്, പ്രകൃതിവാതക ഗ്യാസ് നടക്കുന്ന പ്ലാന്റിലോട്ടാണ് ഈ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ 80% അത് അതിന്റെ ഫണ്ട് അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഖത്തറാണ്. എന്നിട്ട് പോലും ഖത്തറിന് ഇസ്രായേൽ ഇതുപോലത്തെ ഒരു അടി ഖത്തറിൽ കൊടുത്തിട്ട് പോലും ഖത്തറിൽ ജസ്റ്റ് ഒന്ന് അപലപിച്ചതിന് ശേഷം ഇറാനോട് ഇനി യുദ്ധം ചെയ്യരുത്, അല്ലെ ഇറാനോട് ഞങ്ങൾ ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. അതല്ലാണ്ട് ഇസ്രായേലിനോട് നിങ്ങൾ ആക്രമണം നിർത്തണം അല്ലെങ്കിൽ അമേരിക്കനോട് നിങ്ങൾ ആക്രമണം നിർത്തണം എന്ന് വാ തുറന്ന് പറയാനുള്ള ഒരു ആ പറഞ്ഞ സാധനത്തിന് ഉറപ്പ് ഈ പറഞ്ഞ ഒരു അറബ് രാജ്യങ്ങളുടെ നേതാക്കൾക്കും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഇതല്ലേ പറയേണ്ടുള്ളൂ അല്ലേ. ഓക്കെ, ഏതാണെങ്കിലും ഇതാണ് ഇറാന്റെ മുസ്തഫ ഖാംനിയുടെ പ്രതികരണമായിട്ട് ഇന്നലെ വന്നിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഇതിന്റെ ഭാഗമായിട്ട് തന്നെ തിരിച്ച് കഴിഞ്ഞ ഇന്നലെ രാത്രിയും ഇന്ന് പകലൊക്കെ ഇസ്രായേലിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ബെൻ ഗുരിയൻ എയർപോർട്ടിൽ ഏകദേശം 3 പ്രൈവറ്റ് ജെറ്റുകൾ തന്നെ കത്തിപ്പോയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എയർപോർട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കംപ്ലീറ്റ് വ്യോമപാത അടച്ചിട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അവിടുത്തെ പല സ്ഥലങ്ങളിലും ടെലവീവിലും മറ്റ് പല സ്ഥലങ്ങളിലും ബോംബ് വീണുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ പല ഗ്യാസ് പ്ലാന്റുകളിലോട്ടും അതല്ലെങ്കിൽ റിഫൈനറികളിലും ഒക്കെ ഇറാന്റെ മിസൈലുകൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളിലോട്ട് നമ്മൾ ഈ കാണുന്ന പോലെ, ഈ മാപ്പിൽ കാണുന്ന പോലെ ഇറാൻ ഈ പറഞ്ഞ മറ്റ് എല്ലാ രാജ്യങ്ങളും ഇവിടെയൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്തമായിട്ട് ഇവർ ഗ്യാസ് റിഫൈനറീസും അതുപോലെ മറ്റേ പെട്രോളിയം റിഫൈനറീസും ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എല്ലാം ഇറാന്റെ ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ PNG പ്ലാന്റ് ആയിട്ടുള്ള ഖത്തറിലെ പ്ലാന്റിലോട്ടും ഇറാന്റെ വലിയ മിസൈലുകളാണ്, ഡ്രോണുകളല്ല മിസൈലുകളാണ് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ലോകത്തിൽ ഈ രൂക്ഷമാകാൻ പോവാണ്. പെട്രോളിയത്തിൽ ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ പ്രകൃതിവാതകങ്ങളുടെയും ലഭ്യത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ന് $114 പോയിട്ടുണ്ട് പെട്രോളിന്റെ, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. ഇതുവരെ 90 ആയിരുന്നു, അത് 100 ആയി, 101 ആയി, 110 ആയി, ഇപ്പൊ 114 വരെ ക്രോസ് ചെയ്ത അവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും ക്ഷാമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇറാനിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആഘാതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറാന്റെ ഗ്യാസ് ടാങ്കറുകൾ അതുപോലെ റിഫൈനറികളിൽ കംപ്ലീറ്റ്ലി കേടുപാടുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഗ്യാസ് സംസ്കരണത്തിന്റെ 20% ആണ് ഇറാനിൽ ഇപ്പം തടസ്സപ്പെട്ടിട്ടുള്ളത്. ഇത് അതായത് പ്രകൃതിവാതകം അതുപോലെ തന്നെ ഹീറ്റിംഗ്, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റുകൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അവിടെ
നിന്നാണ് ചൈനയിലോട്ടും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോട്ടും ഒക്കെ അവിടുന്ന് ഒരുപാട് ഈ പറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇറാൻ്റെ തിരിച്ചടിയാണ് സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE, ഖത്തർ, ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലെയും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്ലാന്റുകളിലോട്ടാണ് ഇറാൻ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ 20% LNG ഉൽപ്പാദിപ്പിക്കുന്നത് ഖത്തറിലെ ഈ റാസ് ലഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇറാൻ്റെ കൊറംഷെയർ പോലത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മിസൈലാണ് ഇങ്ങോട്ട് പതിച്ചത് എന്നാണ് ഇപ്പോൾ ആളുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദിലെ റിഫൈനറികളും ലക്ഷ്യമിട്ടിട്ടുണ്ട്. മിസൈൽ തടഞ്ഞിട്ടുള്ള അവശിഷ്ടങ്ങൾ വീണിട്ട് മറ്റ് കുറേ ആളുകൾക്ക്, സൗദിയിലെ മറ്റു കുറേ ആളുകൾക്ക് പരിക്കേറ്റുമായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ UAE ഹബ്ഷാൻ ഗ്യാസ് ഫീൽഡിലും ബാബ് ഓയിൽ ഫീൽഡിലും ആണ് ആക്രമണം ഇറാൻ്റെത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം വരാൻ പോകുന്നത് ആഗോള പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് 114 ക്രോസ് ചെയ്തു. അതുമാത്രമല്ല യൂറോപ്യൻ ഗ്യാസിൻ്റെ വിലയിൽ 9% വർധനവുണ്ടായിട്ടുണ്ട്. ഇനി ഇതൊക്കെ കണ്ട് ഈ ഒരു അടി കണ്ടപ്പോൾ തന്നെ ട്രംപിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തണമേ എന്ന് ആലോചിച്ച് നടക്കുന്ന ട്രംപ് ഇന്നലെ വന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇസ്രായേൽ ചെയ്തത് ഞാൻ പോലും അറിയാണ്ട് ഇസ്രായേൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഇസ്രായേലിന് താക്കീത് കൊടുക്കുന്നപ്പം തന്നെ തിരിച്ച് ഇനി ഇറാൻ ഈ പറഞ്ഞ പേരിൽ അല്ലെങ്കിൽ ഖത്തറിനെ ബാക്കിയുള്ളവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിങ്ങളുടെ എല്ലാ പ്ലാന്റുകളും തകർക്കും എന്നുള്ള വിരോധാഭാസമുള്ള, അതായത് തുടക്കത്തിൽ ഒരു മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ട്രംപ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാരണം ചെന്നി മൂത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു പടച്ച തമ്പുരാന് പോലും അറിയില്ല, ആ അവസ്ഥയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ പടച്ച തമ്പുരാന് പോലും അറിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചാടിപ്പിടിച്ച് അവിടെ എൻ്റെ വിശ്വാസത്തിന് അല്ലെങ്കിൽ എൻ്റെ ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട, ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ഒരു ചൊല്ലാണത്. ആ ചൊല്ലുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട് തോന്നിയിട്ടില്ല ഇത്രയും കാലം. അതുകൊണ്ട് അതിൽ പിടിച്ചാരും ഇനി അഭിപ്രായം പറയാൻ വരണ്ട. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഇനി കമൻറ്റിൽ അത് കാണണ്ടെന്ന് കരുതി അത് പറഞ്ഞത്. അപ്പം ഇതാണ് കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മറുപടി. അതായത് ഇസ്രായേലിനോട് ചെയ്യാൻ പാടില്ല, ചെയ്തതിൻ്റെ പേരിൽ ഇനി ഇറാൻ എന്തെങ്കിലും ഖത്തറിൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാനിലെ പറഞ്ഞെല്ലാം തീർത്ത് കളയും. ഒന്നും എവിടെയും പ്രാസം പോലും ഒപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രംപിൻ്റെ പ്രതികരണം. ഇനി ഇത് രണ്ടുമല്ലാതെ ഇന്ന് വന്ന മറ്റൊരു കാര്യം, ഇന്ന് US പെൻറ്റഗണിൻ്റെ മേൽക്കൂടെ, അതായത് പെൻറ്റഗണിൻ്റെ മുകളിലൂടെ ഇന്ന് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഡ്രോൺ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 1-2 ഡ്രോണുകൾ കണ്ടു. ഇത് ഇറാൻ്റെ ഡ്രോണുകളാണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം അമേരിക്കൻ ഏജൻസീസ് പുറത്തോട്ട് വരുന്നത്. അതൊരു മാനിപ്പുലേറ്റഡ് കഥയാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്ന അങ്ങനെ ഒരു ഡ്രോൺ അവിടെ വന്ന് പൊട്ടണം എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്തരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് എങ്ങനെ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കൻ്റെ സൈഡിൽ നിന്നല്ല, അമേരിക്കയും ഇസ്രായേലും കൂടെ അടിക്കുമ്പോൾ അമേരിക്കയിലാണ് പൊട്ടേണ്ടത്. ഇനി ഈ പറഞ്ഞ സഖ്യരാജ്യങ്ങളുടെ സൈഡിലൊക്കെ അമേരിക്കൻ ബേസുകളുടെ സ്ഥലത്തൊക്കെ പൊട്ടുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പൊട്ടിയാൽ തന്നെ ആ യുദ്ധത്തിനുള്ള ഒരു യഥാർത്ഥ അതിൻ്റെ ഒരു റിവഞ്ച് അല്ല, ഒരു യുദ്ധം, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് പൊട്ടുന്നത്. അപ്പം ഇത് വാഷിങ്ടൺ DC-യുടെ അതായത് ഫോർട്ട് ലെസ്ലി ജെ മക്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സൈനിക താവളത്തിന് മുകളിലൂടെയാണ് ഈ അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയിട്ട് ഇവിടെ മൊത്തത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഡ്രോൺ കണ്ടപ്പോഴേക്കും അമേരിക്കയ്ക്ക് പേടി മണത്തു. അതല്ലെങ്കിൽ അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കഥയുടെ ഭാഗമാണെങ്കിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് അമേരിക്കയുടെ ഈ പെൻറ്റഗണിൻ്റെ അടുത്തുള്ള ഈ ഒരു ബേസിലാണ് മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ ഈ പീറ്റ് ഹെക്സറ്റ് ഉണ്ടല്ലോ, ഇടക്കിടക്ക് വന്ന് സിനിമ ഡയലോഗ് പറഞ്ഞു പോകണം മറ്റൊരു മണ്ടൻ, ഇതുപോലത്തെ കുറേ കോമാളികൾ ഇരിക്കുന്നത് ഈ ഒരു താവളത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അമേരിക്ക നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടിയന്തര സാഹചര്യം, ഡ്രോണിൻ്റെ ഉറവിടം എവിടുന്ന് അതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ വൈറ്റ് ഹൗസ് അടിയന്തരമായിട്ടൊരു യോഗം ഒക്കെ ചേർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് ഈ സമയം വരെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നടക്കുന്നതിൻ്റെ ഒരു ബ്രീഫ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരികയാണെങ്കിൽ, ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് വീഡിയോയോ ലൈവോ ഒക്കെ ചെയ്യാം. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം.